രേറോം ഗവൺമെന്റ് ഹൈസ്കൂളിൽ പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ITI, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. രേറോം ഗവൺമെന്റ് ഹൈസ്കൂളിൽ പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഹെഡ് മാസ്റ്റർ മനോജ് ജോസഫിന്റെ അധ്യക്ഷതയിൽ PTA പ്രസിഡന്റ് ജാബിർ എം ഉദ്ഘാടനം ചെയ്തു. ടീച്ചേഴ്സ് ആയാലും PT ആയാലും എല്ലാവരും ഒറ്റക്കെട്ടായി സ്കൂളിൻ്റെ പ്രവർത്തനത്തിന് മുന്നോട്ട് നയിച്ച് ഈ സ്കൂളിൻ്റെ ഉന്നമനത്തിനെത്തിക്കാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് നാം ഇവിടെ ഈ മീറ്റിംഗ് കൂടിയതിൻ്റെ ഉദ്ദേശം നമുക്കറിയാം, ജൂൺ 5 പരിസ്ഥിതി ദിനം. സാർ പറഞ്ഞതുപോലെ കാലാവസ്ഥാ വ്യതിയാനവും എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഈ വർത്തമാനകാല സാഹചര്യത്തിൽ നമ്മൾ മരം നട്ടുപിടിപ്പിച്ചും പ്രകൃതിയെ സ്നേഹിച്ചും മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും ഉള്ളവരായിരിക്കണം. നമ്മുടെ ചുറ്റുപാടും മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിലാണെങ്കിലും ഉള്ളവ സംരക്ഷിക്കുന്നതിലാണെങ്കിലും നമ്മുടെ ശ്രദ്ധ ഉണ്ടാവണം. നമ്മുടെ വീടുകളിലൊക്കെ ഒരു മരമൊക്കെ നട്ടുപിടിപ്പിച്ച് അതിന് ഓരോ വർഷവും ഇതിന് 1ാം ബർത്ത്ഡേ, 2ാം സെക്കൻഡ് ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് അതിനെ ആഘോഷമാക്കിയാൽ നമുക്ക് തന്നെ നമ്മൾ അറിയാതെ അതിൻ്റെ ഭാഗമായി മാറും. നമ്മൾ നട്ടൊരു മരം കൂടുമ്പോഴും അതിനകത്തൊരു ചെറിയ കായ ഉണ്ടാകുമ്പോഴും നമുക്ക് സന്തോഷമായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളോട് കൂടുതൽ ഗഹനമായ കാര്യങ്ങളൊന്നും ഞാൻ ആ കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ വെയിലിൻ്റെ ഒരു പ്രശ്നമുണ്ട്. സീനിയർ അസിസ്റ്റന്റ് മനീഷ K. വിജയൻ, സിനി ജയം, ബിജുമോൻ N, റീന വർഗീസ്, ഷിനോജ് PK, അനിൽ UD, മദർ PTA പ്രസിഡന്റ് സമീറ റിയാസ് എന്നിവർ സംസാരിച്ചു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് എത്രത്തോളം പ്രാധാന്യമാണെന്ന് ലോകത്തേക്കെല്ലാം ഓർമ്മിപ്പിക്കാനാണ്. നാം ജീവിക്കുന്ന ഭൂമിയിൽ ശുദ്ധവായു, ശുദ്ധജലം, സുന്ദരമായ കാടുകൾ, വയലുകൾ, മൃഗങ്ങൾ, പക്ഷികളുമെല്ലാം തന്നെയാണ് പ്രകൃതിയുടെ ഭംഗികൾ. പരിസ്ഥിതി പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണെന്ന് ഭൂമിയിലെ ജൈവവൈവിധ്യം നഷ്ടപ്പെട്ടാൽ മനുഷ്യരുൾപ്പെടെ എല്ലാ ജീവജാലങ്ങൾക്കും നാശമുണ്ടാകുമെന്ന് മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് ഓറിയന്റഡ് കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട്. ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ്. ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കാൻ എന്നെ പ്രാപ്തിയാക്കിയത് ആംപിയർ ITI. ആംപിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തന്നു. ഈ ഫേമിന്റെ ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ് ഞാൻ. അതിനെ എന്നെ പ്രാപ്തമാക്കിയത് ആംപിയർ ആണ്. സമൂഹത്തിൽ മാന്യതയുള്ളൊരു തൊഴിൽ അതെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഇന്ന് ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. അതിനെ പ്രാപ്തനാക്കിയത് ആംപിയർ ITI ആണ്. എനിക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടിത്തന്നത് ആംപിയർ ITI ആണ്. 100% ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ. ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ITI, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ.